ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിലായിരുന്നപ്പോഴും ആഗോള രാഷ്ട്രീയ അസ്ഥിരതകൾ വിപണികളെ ഉലച്ചപ്പോഴും കഴിഞ്ഞ 4 വർഷമായി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഇന്ത്യ കാത്തുസൂക്ഷിക്കുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക എഞ്ചിനായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് 2005-ലും നാം കണ്ടത്. ആഗോളതലത്തിൽ പല വികസിത രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തെയും ഭൗമ രാഷ്ട്രീയ തർക്കങ്ങളെയും ഭയപ്പെടുമ്പോൾ ഇന്ത്യ തുടർച്ചയായ 4-ാം വർഷവും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന പദവി നിലനിർത്തുകയാണ്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ച 7.4% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധി പോലും ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകളെ മുൻനിർത്തി തങ്ങളുടെ പ്രവചനങ്ങൾ തിരുത്തി കഴിഞ്ഞു. 2026ഓടെ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നത് കേവലം ഒരു സ്വപ്നമല്ല, മറിച്ച് അടുത്തു തന്നെ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ മഹാപ്രയാണത്തിന് പിന്നിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക ശേഷിയും സംഭാവനയും വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഈ വളർച്ചയെ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്ര തന്നെയാണ് ഇത്തവണയും പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നത്. 45.32 ലക്ഷം കോടി രൂപയുടെ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനം രേഖപ്പെടുത്തിക്കൊണ്ട് മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക ചക്രം തിരിക്കുന്നു. ഒരു രാജ്യത്തിന് തുല്യമായ സാമ്പത്തിക ശേഷിയാണ് മഹാരാഷ്ട്ര ഇന്ന് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം ഉത്തർപ്രദേശിന്റെ മുന്നേറ്റമാണ്. ദക്ഷിണേന്ത്യയിലെ IT ഹബ്ബായ കർണാടകയെ പിന്നിലാക്കിക്കൊണ്ട് ഉത്തർപ്രദേശ് 3ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു. 29.78 ലക്ഷം കോടി രൂപയുടെ GSDPയുമായി ഉത്തർപ്രദേശ് കരുത്ത് തെളിയിക്കുമ്പോൾ ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വ്യാവസായിക വളർച്ചയിലേക്കുള്ള സൂചനയാണ് നൽകുന്നത്. 29.78 ലക്ഷം കോടി രൂപയുടെ GSDPയുമായി ഉത്തർപ്രദേശ് കരുത്ത് തെളിയിക്കുമ്പോൾ ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വ്യാവസായിക വളർച്ചയിലേക്കുള്ള സൂചനയായാണ് സാമ്പത്തിക വിദഗ്ധർ കാണുന്നത്. തമിഴ്നാട് 31.19 ലക്ഷം കോടി രൂപയുമായി 2ാം സ്ഥാനം നിലനിർത്തുമ്പോൾ കർണാടക 28.84 ലക്ഷം കോടി രൂപയുമായി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പരമ്പരാഗതമായി സാമ്പത്തിക രംഗത്ത് പുലർത്തിയിരുന്ന മേധാവിത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ഉത്തർപ്രദേശ് ഉയർത്തുന്നത്. വരും വർഷങ്ങളിൽ ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ചലിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ആദ്യ 4 സ്ഥാനങ്ങൾക്ക് പിന്നാലെ പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നിവയാണ് ഏറ്റവും വലിയ 10 സംസ്ഥാന സമ്പദ് വ്യവസ്ഥകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഈ 5 സംസ്ഥാനങ്ങളും 15 ലക്ഷം കോടി രൂപയുടെ GSDP എന്ന നാഴികക്കല്ല് പിന്നിട്ടു എന്നത് ഇന്ത്യയുടെ പ്രാദേശിക വികസനത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു. പട്ടികയിൽ 10ാം സ്ഥാനത്താണ് രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹി ഇടം പിടിച്ചിരിക്കുന്നത്. 12.15 ലക്ഷം കോടി രൂപയുടെ GSDPയാണ് ഡൽഹി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹി ഒരു പൂർണ്ണ സംസ്ഥാനമല്ല എന്നതും ഭൂമിശാസ്ത്രപരമായി വളരെ ചെറുതാണ് എന്നതും കണക്കിലെടുക്കുമ്പോൾ ഈ 10ാം സ്ഥാനം അത്ര നിസ്സാരമല്ല. സേവന മേഖലയിലും വ്യാപാരത്തിലും അധിഷ്ഠിതമായ ഡൽഹിയുടെ സമ്പദ് വ്യവസ്ഥ ഉത്തരേന്ത്യയുടെ വാണിജ്യ കേന്ദ്രമായി ഇന്നും നിലകൊള്ളുന്നു. വലിയ സംസ്ഥാനങ്ങളായ ഗുജറാത്തിനെ പോലെയുള്ളവ ഈ പട്ടികയിൽ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം പലപ്പോഴും ഉയരാറുണ്ടെങ്കിലും ലഭ്യമായ RBI കണക്കുകൾ പ്രകാരം മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളാണ് ഇത്തവണത്തെ ആദ്യ 10-ൽ മുന്നിട്ട് നിൽക്കുന്നത്. സമ്പന്ന സംസ്ഥാനങ്ങളുടെ തിളക്കത്തിനിടയിലും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളും ചില ചെറിയ കേന്ദ്രഭരണ പ്രദേശങ്ങളും സാമ്പത്തികമായി ഇന്നും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ GSDP രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. വെറും 4423 കോടി രൂപയാണ് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വലിപ്പം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും വൻകിട വ്യവസായങ്ങളുടെ കുറവുമാണ് ഇത്തരമൊരു പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അരുണാചൽ പ്രദേശിന് തൊട്ട് മുകളിലായി ത്രിപുര, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിലകൊള്ളുന്നു. ഈ സംസ്ഥാനങ്ങളെല്ലാം വിനോദസഞ്ചാരത്തെയും കൃഷിയെയും അമിതമായി ആശ്രയിക്കുന്നതാണ്. ഇതിൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ ധാതുസമ്പന്നമായ സംസ്ഥാനങ്ങൾ പോലും താഴെത്തട്ടിലുള്ള 10 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നത് ആശ്ചര്യകരമാണ്. വിഭവങ്ങൾ ഉണ്ടെങ്കിലും അവ കൃത്യമായി വിപണന മൂല്യമാക്കി മാറ്റുന്നതിൽ നേരിടുന്ന പ്രായോഗിക തടസ്സങ്ങൾ ഇത്തരം സംസ്ഥാനങ്ങളുടെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്നു. മഹാരാഷ്ട്രയും അരുണാചൽ പ്രദേശും തമ്മിലുള്ള സാമ്പത്തിക അന്തരം പരിശോധിക്കുമ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രാദേശിക അസമത്വം വ്യക്തമാകും. മഹാരാഷ്ട്രയുടെ സാമ്പത്തിക വലിപ്പം അരുണാചൽ പ്രദേശിനേക്കാൾ 1000 മടങ്ങ് കൂടുതലാണ് എന്നത് ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. സാമ്പത്തികമായ ഈ വലിയ വിടവ് നികത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി പരിശ്രമിക്കേണ്ടതുണ്ട്. വ്യവസായങ്ങൾ കേന്ദ്രീകൃതമാകുന്നതും നിക്ഷേപങ്ങൾ വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാത്രം ഒഴുകുന്നതും ഈ അസമത്വം വർദ്ധിപ്പിക്കുന്നു.
വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവയെ ദരിദ്രം എന്ന് വിളിക്കുന്നതിനേക്കാൾ സാമ്പത്തികമായി വളർച്ചയെത്താത്തവ എന്ന് വിളിക്കുന്നതാകും ഉചിതം. അസം, പഞ്ചാബ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾ പോലും താഴെത്തട്ടിലുള്ള 10-ൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് വികസനത്തിന്റെ ഗുണഫലങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ എത്തുന്നില്ല എന്നതിന്റെ തെളിവാണ്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള പഞ്ചാബും വ്യവസായവൽക്കരണത്തിൽ മുന്നേറുന്ന ഒഡീഷയും വരും വർഷങ്ങളിൽ വലിയ വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും നിലവിലെ കണക്കുകൾ അത്ര ആശാവഹമല്ല. ഇന്ത്യ 2026ഓടെ ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ ഒരുങ്ങുമ്പോൾ ഈ നേട്ടം സുസ്ഥിരമാകണമെങ്കിൽ ഓരോ സംസ്ഥാനവും തങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്രയും തമിഴ്നാടും പോലുള്ള സംസ്ഥാനങ്ങൾ തങ്ങളുടെ വളർച്ചാ നിരക്ക് നിലനിർത്തുമ്പോൾ തന്നെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രത്യേക പാക്കേജുകൾ അത്യാവശ്യമാണ്. GSDPയിലെ ഈ കണക്കുകൾ കേവലം അക്കങ്ങളല്ല, മറിച്ച് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്തും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഓരോ സംസ്ഥാനവും തങ്ങളുടെ തനതായ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകൂ. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരവും പരസ്പര സഹകരണവുമാണ് നവഭാരതത്തിന്റെ സാമ്പത്തിക അടിത്തറ പാകേണ്ടത്. ഡൽഹി മുതൽ ദിബ്രുഗഡ് വരെയും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഒരുപോലെ വളരുന്ന ഒരു ഇന്ത്യയെയാണ് നാം ഇനി ലക്ഷ്യമിടേണ്ടത്. ഈ കണക്കുകൾ നൽകുന്ന വലിയ പാഠം സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ ആവശ്യകതയാണ്. IT, ഓട്ടോമൊബൈൽ തുടങ്ങിയ പരിമിതമായ മേഖലകളിൽ നിന്നും മാറി പുതിയ നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങളായ പുനരുപയോഗ ഊർജം, സെമി കണ്ടക്ടർ നിർമ്മാണം തുടങ്ങിയവയിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അരുണാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഹരിത ഊർജ്ജ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഉത്തർപ്രദേശ് കാണിച്ച വിപ്ലവകരമായ മാറ്റം മറ്റു വലിയ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വിജയഗാഥയിൽ ആരും പിന്നിലാകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇനി വേണ്ടത്. എന്നാൽ ഈ വികസന കുതിപ്പിന്റെ കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ പലരുടെയും ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് നമ്മുടെ കേരളം ഈ പട്ടികകളിൽ മുൻനിരയിൽ ഇടം പിടിക്കാത്തത് എന്ന്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക വികസന സൂചികയുള്ള കേരളം എന്തുകൊണ്ട് ആദ്യ 10 സമ്പദ് വ്യവസ്ഥകളിൽ ഇടം പിടിച്ചില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളം 10ാം സ്ഥാനത്തുള്ള ഡൽഹിയേക്കാൾ താഴെയാണ് നിൽക്കുന്നത്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് ജനസംഖ്യയും ഭൂവിസ്തൃതിയുമാണ്. ഉത്തർപ്രദേശ് പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം വളരെ ചെറിയ സംസ്ഥാനമാണ്. രണ്ടാമതായി, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും സേവന മേഖലകളെയും പ്രവാസി വരുമാനത്തെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. നിർമ്മാണ മേഖലയിലോ വൻകിട വ്യവസായങ്ങളിലോ നാം മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ തമിഴ്നാടോ കാണിക്കുന്ന തരം മുന്നേറ്റം നടത്തുന്നില്ല എന്നതാണ് സത്യം. മൂന്നാമതായി, GSDP എന്നത് ഒരു സംസ്ഥാനത്തിന്റെ പരിധിക്കുള്ളിൽ നടക്കുന്ന ഉൽപ്പാദനത്തിന്റെ മൂല്യമാണ്. കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ പ്രവാസി പണം സംസ്ഥാനത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമല്ലാത്തതിനാൽ അത് GSDP കണക്കുകളിൽ പൂർണ്ണമായി പ്രതിഫലിക്കില്ല. അതുകൊണ്ട് തന്നെ കേരളം സാമ്പത്തികമായി ദരിദ്രമാണെന്ന് ഈ കണക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നതുമില്ല. മറിച്ച് വ്യാവസായ ഉൽപ്പന്നത്തിൽ നാം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പിന്നിലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന സാക്ഷരതയും ആരോഗ്യ നിലവാരവും സാമ്പത്തിക മൂലധനമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ GSDP പട്ടികയിലും നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അപ്പോഴായിരിക്കും ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പ് പൂർണ്ണമാവുക. കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഉൽപ്പാദന മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാനും നമുക്ക് കഴിയുമോ എന്നതിലാണ് കേരളത്തിന്റെ ഭാവി ഇരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.